എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കപ്പ 1 കിലോ വരെയുണ്ട്. 1 കിലോ കപ്പ എടുത്ത് കൊള്ളി എന്നൊക്കെ ഇതിന് പറയും, ചില സ്ഥലത്ത് കൊള്ളി എന്നൊക്കെ പറയും. കപ്പ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വേവിച്ച് ഊറ്റി വെച്ചതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങ ചിരവി മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചതച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ 1ഉം 2ഉം പാല് ഇതിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു അരപ്പുണ്ടാക്കണം. ഇതിലേക്ക് വേണ്ട ഒരു അരപ്പാണ്. അതിനു വേണ്ടി ഇവിടെ ചെറിയ ഉള്ളിയാണ്, കുറച്ച് ചെറിയ ജീരകവും കറിവേപ്പിലയും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല കാന്താരി മുളകുമാണ് ഞാൻ എടുത്തത്. ഒരു 5-8 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളകില്ലെങ്കിൽ നാട്ടിൽ പിടിയെന്ന് വാങ്ങുന്ന മുളക് എടുക്കുക. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. അത് നമുക്ക് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കയ്യിലോ മറ്റെന്തോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മുഴുവൻ പീസും ഉടഞ്ഞു പോരുത്. കുറച്ച് പീസുകളൊക്കെ അവിടെ കടിക്കാൻ വേണ്ടി ഉണ്ടാവണം. ഇതുപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പാൽക്കപ്പയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ മുഴുവൻ തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ച് ഞാനിത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നേരത്തെ കപ്പ ഉപ്പിട്ട് വേവിച്ച് വെച്ച കപ്പയാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു താളിപ്പ് വേണം. അപ്പോൾ ആണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരിക. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി താളിപ്പിന് വേണ്ടി ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്ത് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കപ്പ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ രുചിയിലുള്ള പാൽക്കപ്പയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഇതുപോലെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് സെർവ് ചെയ്തതിന് ശേഷം മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ മറ്റൊരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ബാക്കി വെച്ച ഉള്ളി മൂപ്പിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.